ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമല്ല പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ കൈ പിടിക്കുകയാണ് ആദർശ് നയനയെ തല്ലാനായിട്ട് പോകുമ്പോൾ. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ അമ്മ നടക്കുന്നത്? ഇപ്പോൾ അവൾ അടിക്കാൻ മാത്രം എന്ത് തെറ്റാണ് നയന ചെയ്തതെന്നുള്ളൊരു കാര്യം ആദർശ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ എന്തൊക്കെ ചെയ്താലും അമ്മ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല. അവളുടെ വീട്ടുകാരെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവളിവിടെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് അവളെ തല്ലാനും കൊല്ലാനുള്ള ഒരു അധികാരം നമുക്കാർക്കും ഇല്ല. അതുപോലെ ഈ തല്ലലും പിടിക്കലൊന്നും നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല. അമ്മയ്ക്ക് അറിഞ്ഞൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം. എന്നിട്ടാണോ അമ്മ നയനേനെ തല്ലാനായിട്ട് കയ്യോങ്ങിയിരിക്കുന്നത്? അവളുടെ ഭാഗത്ത് എത്രയൊക്കെ തെറ്റുണ്ടെന്ന് പറഞ്ഞാലും അവളെ തല്ലാനായിട്ട് അമ്മ പാടില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, എന്താണിപ്പോൾ തല്ലാനുണ്ടായ സാഹചര്യമെന്ന് ആദർശ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവൾ എന്നെ ഈ വീട്ടിൽ താഴ്ത്തി കെട്ടാനായിട്ട് നോക്കുകയാണ്, എന്നെക്കാളും വലിയ ആളാവാനായിട്ട് നോക്കുക. ഞാൻ മീനാക്ഷിക്ക് പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളത് കേൾക്കാതെ അവളെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അവളിവിടുത്തെ വലിയ ആളാവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, നയനയാണെന്നുണ്ടെങ്കിൽ എന്നോട് റൂമിൽ വന്നിട്ട് ചോദിച്ചായിരുന്നു, മീനാക്ഷി ചേച്ചി ഇതുപോലെ പൈസ ചോദിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാനാണ് അവിടെ ഇരുന്ന പൈസ എടുത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അറിവോട് കൂടിയാണ് നയന ഈ ഒരു കാര്യം ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ദേവയാനി നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി ഇത്ര നേരം നീ ഇവിടെ നല്ല സംസാരമൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ നിനക്ക് അതിന് മറുപടിയായിട്ട് ഒന്നും തന്നെ പറയാനില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതല്ല ജയേട്ടാ, ഇവള് എന്നേക്കാൾ മുകളിലാവാനായിട്ടാണ് നോക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ആദർശ് പോലും അവളുടെ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അവൻ ആരുടെ ഭാഗത്താണോ ശരി ആ ഭാഗത്തേ നിൽക്കുള്ളൂ. നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ മോനെന്നാണോ പറയുമെന്ന്? അവൻ്റെ അനുവാദത്തോടും അവൻ്റെ അറിവോടു കൂടിയാണ് നയന ഈ പൈസ എടുത്ത് കൊണ്ടുപോയി കൊടുത്തത്. അതിന് നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ ചെറിയച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഇപ്പോൾ ജലജയാണെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ജലജ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പം ജയൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടണ്ട, സംസാരിക്കണ്ട എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും ഇവളുടെ ഭാഗത്ത് തെറ്റുകൾ നോക്കിയിരിക്കുകയാണ് അവളെ ശിക്ഷിക്കാനായിട്ട്. എന്നാലും ഏടത്തി അവളെ കയ്യൊങ്ങി തല്ലാൻ പോയത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അദ്ദേഹത്തിനൊന്നും സംസാരിക്കാനില്ലേ, ഇവിടെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അതിന് ഇവിടെ മുതിർന്നവരുടെ വാക്ക് കേൾക്കുന്ന കാലമൊക്കെ മാറിയിരുന്നു. അവനവൻ്റെ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ്. നമ്മളതിലെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിലായെന്ന് പറയുകയാണ്. പക്ഷേ ഈ കുടുംബത്തിൽ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ എല്ലാവർക്കും അതുള്ളതുപോലെ നയനയ്ക്ക് മാത്രം അത് നമ്മുടെ ദേവയാനി നൽകുന്നില്ല. ഇപ്പോഴും ദേവയാനിയുടെ അടിമയായിട്ടാണ് നയനയെ കാണുന്നതെന്ന് പറയാണ്. അപ്പം ജയം പറയുന്നുണ്ട്, ഓക്കെ എല്ലാവരും ഇരുന്നിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, സ്വന്തം സഹോദരി പോലും അവളെ കൂടെ നിന്നിട്ടില്ല, അവളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. നയനമോൾ എന്ത് ചെയ്താലും അതിൽ കുറ്റങ്ങൾ മാത്രം ദേവയാനി കണ്ടുപിടിക്കുന്ന നിൻ്റെ സ്വഭാവം നിർത്താനായിട്ട് ജയം പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അമ്മേ അത് ചെയ്തത് മോശമായി പോയിന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ജലജ പറയുന്നത്, അതെങ്ങനെയടത്തി, എത്രയൊക്കെ ചെയ്താലും നമ്മൾ പറയുന്നതൊന്നും അവർ മനസ്സിലാക്കില്ല, നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ, നമ്മളെ ഭാഗത്തെ തെറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ എന്ന് ജലജ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ജയം പറയുന്നുണ്ട്, നീ മിണ്ടാണ്ട് നിന്നോ, ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റൊരുത്തിയാണ്, നീ മനഃപൂർവ്വം എന്തൊക്കെയോ നമ്മുടെ ദേവയാനിയോട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ജയം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ തെറ്റും കൂടി ഇനി എൻ്റെ തലയിലേക്ക് ആക്കിക്കൊള്ളാനായിട്ട് ജലജ പറയുകയാണ്. അപ്പോൾ ആ സമയം ദേവയാനിക്കാണെങ്കിൽ കലി കയറിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനിയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, നിർത്ത്, മതി ഇനി എല്ലാവരും കൂടി എൻ്റെ തലയിൽ കയറിയത്, ഞാൻ ഈ വീട്ടിൽ ഒരു അവകാശമില്ലാത്ത ഒരു ആളായിട്ട് ഈ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്നോട് ഇവിടെ ഒരു അഭിപ്രായം ചോദിക്കരുത്, ഞാനിവിടെ ഒരു പ്രതിമയെ പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. അതുപോലെ മൂത്ത മരുമകൾ എന്നുള്ളൊരു സ്ഥാനമൊന്നും എനിക്കിനി വേണ്ട. കാരണം അതുണ്ടായിട്ടും എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനം വേണ്ട, ഞാനിവിടെ ഒന്നും മിണ്ടാതെ കഴിഞ്ഞു കൂടിക്കോളാം എന്നുള്ളൊരു കാര്യം ദേവയാനി പറയാണ്.
അപ്പോൾ അത് കേട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്തിനിങ്ങനെ പറയുന്നതെന്ന്. വേണ്ടടാ, എൻ്റെ മോൻ പോലും എന്നെ തള്ളി പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ കയറി വന്ന അവളുടെ സപ്പോർട്ട് ചെയ്തിട്ട് നീ നിൽക്കുന്നത്, നീ പോലും എന്നെ കുറ്റപ്പെടുത്തിയെന്ന് പറയാണ്. അമ്മേ, സത്യം ആരുടെ ഭാഗത്താണ് അത് നമ്മൾ പറയണ്ടേ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നയനയും മിണ്ടാതൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി എന്നോട് ഒന്നും പറയാനൊന്നും വരണ്ട, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഇനി എൻ്റെ മോൻ പോലും എന്നെ തള്ളിക്കളഞ്ഞു, എനിക്കിനിപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നത്, അത്രയും ഞാൻ നോക്കിയിട്ടുണ്ടാക്കി എൻ്റെ മോൻ വരെ എന്നെ തെറ്റ് പറഞ്ഞേക്കാണ്. എന്നാൽ ഞാൻ തന്നെ തെറ്റുകാരി, തെറ്റ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, സോറി 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 എന്ന് തലക്കടിച്ചുകൊണ്ട് ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ അമ്മയെ ഇങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് ആദർശം പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരെയും കാണിച്ചുകൊണ്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ഒന്ന് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.